എന്തായാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു. സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവർ ജേഴ്സിയിൽ മാറ്റം കൊണ്ടുവരും എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം അവരുടെ ജേഴ്സി അത്യാവശ്യം നല്ല ജേഴ്സി ആയിരുന്നു. സോ എന്തായാലും അടുത്ത സീസണിലും വലിയൊരു മാറ്റം തന്നെ ജേഴ്സിയിൽ കൊണ്ടുവരും എന്ന തരത്തിലുള്ള റൂമറുകൾ കേൾക്കുന്നു. സോ എന്താണെന്നറിയില്ല, അവർ മിക്കവാറും ഈ ഒരു ജേഴ്സി ചേഞ്ച് നടത്തുന്നുണ്ട് തുടർച്ചയായിട്ട്. സോ എന്തായാലും അതെന്തിനാണെന്ന് അറിയത്തില്ല, ഓരോ സീസണിലും ഓരോ ജേഴ്സിയൊക്കെ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. സോ ഇപ്രാവശ്യം ഒരു ജേഴ്സി ചേഞ്ച് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലാൽ ബിയാക്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. എന്തായാലും അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടൊരു 3 ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നതായിട്ടുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും വളരെ മികച്ചൊരു താരമാണ്. ഐ ലീഗിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് സ്കോറിൽ ഒരാളാണ്. എന്തായാലും വിദ്യാസാഗറിൻ്റെ കൂട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ പോകാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കാം. ഫൈനലി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അമേ റണവാഡെ അദ്ദേഹത്തെ ടീമിലെത്തിച്ചിരിക്കുകയാണ്. 5 വർഷത്തെ കോൺട്രാക്റ്റിനാണ് താരത്തെ ടീമിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും കണ്ടറിയാം നല്ല സൈനിങ് ആവുമോ ഇല്ലയോ എന്ന്. എന്തായാലും കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച ഫോമിലല്ലായിരുന്നു, ബട്ട് അതിന് മുമ്പത്തെ സീസണിൽ വളരെ മികച്ചൊരു ഫോമിലായിരുന്നു. സോ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഫോം കഴിയുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് എല്ലാം അവരുടെ പ്രൈം ടൈം കഴിയുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് ഈ താരങ്ങളെല്ലാം കൂടെ പൊയ്ക്കൊണ്ട് വരുന്നത്. സോ എന്തായാലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം കണ്ടറിയാം.